ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ പറ്റിയുള്ള സകല സത്യങ്ങളും വീട്ടിലെല്ലാവരോടും പറയാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ആനന്ദിന്റെ മാനസികാവസ്ഥ കാണുന്ന എല്ലാവർക്കും സഹതാപം തോന്നുന്നുണ്ട്. ഇത്രയധികം വേദന ആനന്ദേട്ടൻ അനുഭവിച്ചിരുന്നോ? ആനന്ദേട്ടൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ഇങ്ങനെ പല ചിന്തകളും കടന്നു വരികയാണ് കേട്ടോ. പെട്ടെന്ന് ദേവിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ആനന്ദ് പറയുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ബാലൻ ദേവിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. ആനന്ദ് ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ദേവി? നീ പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയണ. അത് കേൾക്കുന്ന ബാലനോട് എന്തു മറുപടി പറയണോന്നറിയാതെ ദേവി തല കൊനിച്ച് നിൽക്കുക. അത് പിന്നെ ബാലച്ച പെട്ടെന്ന് ഗോമതി അടുത്തേക്ക് വരികയാണ്. ദേവി, നിന്നോട് ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? സത്യം പറയണം. ഇത്രയധികം നുണകൾ പറയാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവി പറയും, അമ്മേ, ബാലച്ച ആരെയും അപമാനിക്കണമെന്ന് കരുതിയല്ല, ആരെയും മണ്ടന്മാരാക്കാനുമല്ല, എൻ്റെ നിവൃത്തികേട് കൊണ്ടാ. അച്ഛനായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞപ്പം എനിക്കത് കണ്ണു അടച്ച് അതിന് കൂട്ടു നിൽക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. എൻ്റെ ഗതികേടാ എന്നൊക്കെ ദേവി പറയാണ്. അത് കേൾക്കുന്ന ബാലനും ഗോമതിക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ദേവി പറയുന്നത് എന്താണെന്നും ദേവി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നും ബോധ്യം വരികയാണ് കേട്ടോ. അപ്പം വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും നിൽക്കുകയാണ്. പെട്ടെന്ന് മീനു ചോദിക്കും, പിന്നെ ഏടത്തി എന്തിനാ MA വരെ പഠിച്ചതാണെന്നും IT കമ്പനിക്ക് ജോലിക്ക് പോവാണെന്നും ഒക്കെ ഇവിടെ എല്ലാവരോടും കള്ളം പറഞ്ഞത്? ഏടത്തി സത്യത്തിൽ എന്ത് ജോലിക്കാ പോയത്? എന്തായാലും 10ാം ക്ലാസ് മാത്രം പഠിപ്പുള്ള ഏടത്തിക്ക് IT കമ്പനിയിലൊന്നും ജോലി കിട്ടില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾക്കുണ്ട് എന്ന് പറയാണ്. അപ്പം ആനന്ദ് പറയും, അങ്ങനെ ചോദിക്കും മീനു, നീ ചോദിച്ചതിന് അവൾ ഇപ്പൊ തന്നെ ഉത്തരം പറയും. പറ ദേവി, നീ എവിടെയാ ജോലിക്ക് പോയിരുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്ന കേട്ടില്ലേ എന്ന് പറയാം. അത് കേൾക്കുന്ന ദേവി കണ്ണുനീരോടെ മീനുവിനെ നോക്കുവാണ്. ഇവള് ജോലിക്ക് പോയിരുന്നത് എവിടെയാണെന്ന് അറിയാവോ? അച്ഛൻ ലോഡ് കൊടുക്കുന്ന ആ ഹോട്ടലില്ലേ, അവിടെ വെയിറ്ററായിട്ട്. അല്ലാതെ പഠിപ്പില്ലാത്ത ഇവക്ക് എന്ത് ജോലി കിട്ടാനാ എന്ന് ആനന്ദ് പറയാൻ കേട്ടോ. ആനന്ദിന്റെ ആ പുച്ഛത്തിലൂടെയുള്ള സംസാരം ദേവിയെ തകർത്ത് കളയണേ. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും തകർന്നു പോയല്ലേ? ഇവളും ഇവളുടെ കുടുംബവും ചേർന്ന് നമ്മുടെ കുടുംബത്തോട് ചെയ്ത ഓരോ അനീതികളും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു സമാധാനവും കിട്ടത്തില്ല എന്ന് പെട്ടെന്ന് ആനന്ദ് പറയാണ്. അപ്പൊ ബാലന് തന്റെ മനസ്സിലേക്ക് ഉദയഭാനുവിനെ പറ്റി ഉണ്ടായ സംശയങ്ങളും ഇപ്പൊ ആനന്ദ് പറയുന്നതും എല്ലാം കടന്നു വരിക. അപ്പൊ താൻ കണ്ടെത്തിയതൊക്കെ സത്യമായിരുന്നു, ഉദയഭാനു ഒരു ഫ്രോഡ് ആയിരുന്നോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആനന്ദെ, നീ എന്നോട് എല്ലാം പറയണം, എന്തൊക്കെയാ നടന്നത് എന്ന് ബാലൻ അപ്പൊ ചോദിക്കുകയാണ്. എന്തൊക്കെയാ നടന്നതെന്നോ? മുഴുവനും കള്ളങ്ങളാച്ചാ. ഇവളിവിടെ എന്റെ ഭാര്യയെ കടന്നു കൂടിയത് തന്നെ ഒരു വലിയ കള്ളങ്ങൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും പറ്റിച്ച. ഇവളുടെ തന്തയുണ്ടല്ലോ, ആ ഫ്രോഡ് ഉദയഭാനു, അയാളുണ്ടല്ലോ മഹാ ഫ്രോഡാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ ദോഷമുള്ള ഒരുത്തൻ. എല്ലാവരെയും പറ്റിച്ച ഇവളുടെ കുടുംബം ജീവിക്കുന്നത് എന്ന് പറയാണ്. പെട്ടെന്ന് ഗോമതി പറയും, ഒരാളുടെ മേല് യാതൊരുവിധ തെളിവുമില്ലാതെ നീ ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ആനന്ദ് പറയും, തെളിവില്ലെന്നോ? എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. ഒരു തെളിവുമില്ലാതെ ഒരാളെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നവനാണോ അമ്മയുടെ മോൻ എന്ന് ചോദിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും തെളിവല്ലേ കാണേണ്ടത്? ആ പാവം മാമനെ കള്ളനാക്കിക്കൊണ്ട് ഇവളുടെ അച്ഛൻ ഓരോ തവണയും ഗോമതി സ്റ്റോറിൽ നിന്നും പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. ദേ, അതിന് ഇവളും കൂട്ടുനിന്നതാണോന്നാ എൻ്റെ സംശയം. മിക്കവാറും ഇവളുടെ അച്ഛൻ എങ്ങനെയും പൈസ മോഷ്ടിച്ചോട്ടെ എന്നോർത്ത് ഇവൾ കണ്ണടച്ച് വിട്ടു കാണും. എന്നിട്ടൊന്നും അറിയാത്ത പോലെ പാവം മാമനെ എല്ലാവരും കൂടി കുറ്റക്കാരനാക്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് നോക്കി നിന്ന് രസിച്ചു എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേവി പറയും, ആനന്ദേട്ട, മനസ്സിൽ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയരുത്. സത്യമായിട്ടും എൻ്റെ അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബത്തിനോ ഇവിടെ ഉള്ളവർക്കോ ദോഷം വരുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ നിനക്ക് ഞങ്ങളോട് ചെയ്യാമെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ചെയ്യാനും നിനക്ക് ഒരു മടിയും ഉണ്ടാകില്ല. എങ്ങനെയും നിന്റെ കുടുംബത്തിന്റെയും കാര്യം നടക്കണം, അത് മാത്രമാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയാം. പെട്ടെന്ന് ആനന്ദ് എല്ലാവരുടെയും മുന്നിലേക്ക് ഫോണിലെ വീഡിയോ അങ്ങ് കാണിക്കുകയാണ്. അപ്പൊ എല്ലാവരും നോക്കുക. അതിൽ നിന്ന് ഉദയഭാനു പണം മോഷ്ടിക്കുന്നതും പാത്തു പതുങ്ങി പോകുന്നതും എല്ലാം വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അത് കാണുന്ന ദേവി വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. തൻ്റെ ഈ തകർച്ചയ്ക്ക് വീണ്ടും തൻ്റെ അച്ഛൻ കാരണക്കാരനായല്ലോ. തന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാനായിട്ടാണോ സ്നേഹം നടിച്ച് ഓരോ തവണയും ഗോമതി സ്റ്റോറിലേക്ക് കടന്നു വന്നത് എന്നൊക്കെ ദേവിയുടെ മനസ്സിലേക്ക് കടന്നു പോവാണ്. അപ്പൊ ഗോമതിക്ക് നല്ല ദേഷ്യം വരിക. ഗോമതി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. സത്യം പറയണം ദേവി, നിന്റെ അച്ഛൻ പൈസ മോഷ്ടിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കാം. ഇത്രയധികം കള്ളത്തരങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണോടി നീ എൻ്റെ പാവം എൻ്റെ അനിയനെ കള്ളനാക്കാൻ കൂട്ടുനിന്നത് എന്ന്
എന്ന് ചോദിക്കുക. അമ്മേ, ഒരിക്കലും അല്ലമ്മേ, മാമൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ സത്യമായിട്ടും എൻ്റെ അച്ഛൻ പൈസ മോഷ്ടിച്ചതാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്നും ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞ് ദേവി എല്ലാവരുടെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. ദേവിയുടെ കരച്ചിൽ കാണുന്ന ആർക്കും ദേവിയുടെ ഒരു സഹതാപവും തോന്നുന്നില്ല. അത്രയേറെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്ന ദേവിയെടുത്തി തങ്ങളോട് ചെയ്ത ചതി ആർക്കും ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആനന്ദ് പറയും, ഇതും മാത്രമല്ല, എത്രയൊക്കെ ചതികൾ ചെയ്തിട്ടാണെന്നറിയാവോ ഇവളെ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് ഇവളുടെ അച്ഛൻ അയച്ചതെന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ആനന്ദ് നോട് ഗോമതി ബാലനും ചോദിക്കുകയാണ്, നീ സത്യം പറയണം, ഇനി ഒന്നും മറച്ചു വെക്കരുത്, എന്തൊക്കെയാ ഇവള് മറച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവി വീണ്ടും ആനന്ദിന്റെ ഇടയിലേക്ക് കയറിയ, ആനന്ദേട്ട പ്ലീസ് ഒന്നും പറയല്ലേ എന്നും പറഞ്ഞ് കരയാണ്. അത് കാണുന്ന ഗോമതി പറയും, നീ മിണ്ടിപ്പോകരുത്, ഇനി ഒരു വാക്ക് പറയാൻ പോലും നിനക്ക് അർഹതയില്ല. നീ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുണ്ടെങ്കിൽ പോലും ഞങ്ങളോട് തുറന്നു പറയാനുള്ള സാഹചര്യം നിനക്കുണ്ടായിരുന്നു. ഈ വീട്ടിൽ ആരെങ്കിലും നിന്നെ ഒരു മരുമകളായിട്ടാണോ പരിഗണിച്ചിരുന്നത്? എല്ലാവർക്കും അത്ര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നില്ലേ നിന്നോട്? ദേ നിൽക്കുന്നു നിന്റെ സഹോദരങ്ങൾ, ഇവരാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിന്നെ അവഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവിക്ക് ഒരുപാട് സങ്കടം വരിക. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ ഈ നിൽക്കുന്നത് നിന്റെ അനീതിമാരാണെന്ന്, ഇവരോടെങ്കിലും നിനക്ക് സത്യം പറയാമായിരുന്നില്ലേ എന്ന് ഗോമതി ചോദിക്കുകയാണ്. അമ്മേ, ഞാൻ ഈ പറയുന്ന സത്യങ്ങൾ അത് നിങ്ങളെ തകർത്ത് കളയുമെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, ഒരുപാട് ചതികൾ ചെയ്ത ഈ കുടുംബത്തിലേക്ക് ഞാൻ കയറി വന്നത്, അതറിയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വെറുത്തു പോകും. ഈ കുടുംബത്തിലുള്ളവരുടെ വെറുപ്പ് അതെനിക്ക് സഹിക്കാൻ സാധിക്കില്ല അമ്മേ എന്ന് പറഞ്ഞ് ദേവി കരയാണ്. ഇനി ഒരിക്കലും നിന്നെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല ദേവി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത്രയും ക്രൂര മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു നീ എന്നൊക്കെ ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. ഇതേസമയം ബാലനാണെങ്കിൽ പറയും, നീ ഇനി എല്ലാ സത്യങ്ങളും പറ ആനന്ദേ. ഓ ഉദയഭാനു, അയാൾ എന്തൊക്കെ ചതികളാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുക. അച്ഛനിപ്പം മനസ്സിലായി കാണുമല്ലോ, അയാൾ ഇവിടെ പറഞ്ഞതുപോലെ വലിയ ബിസിനസ്സുകാരനോ കോടികൾ ആസ്തിയുള്ളവനോ ഒന്നുമല്ല, വെറും ദരിദ്രവാസി. അതുമാത്രം അയാൾ അത് മറച്ചു വെച്ചിട്ടാ ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറയാണ്. അതിനുശേഷം 100 കള്ളങ്ങളല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവള് താമസിക്കുന്ന ആ വീടുണ്ടല്ലോ, അതൊക്കെ റെന്റിനാച്ചാ, അതിൻ്റെ പൈസ പോലും അയാൾ പകുതി മാസം കൊടുക്കാറില്ല. വാടകക്കാരൻ ഏത് നിമിഷവും ഇറക്കി വിടും. ഇപ്പം ഇവളുടെ അനീത്തിയുടെ കല്യാണം ആലോചിച്ചിരിക്കുക. എന്നെ പോലെ ഏതോ ഒരു ഹതഭാഗ്യൻ ഇവളുടെ അനീത്തിയുടെ കെണിയിലും വന്ന് പെട്ടിട്ടുണ്ട്. അല്ലാതെന്ത് എന്ന് ആനന്ദ് പറയാൻ കേട്ടോ. എനിക്കിനി ഇവളുടെ കൂടെ ഒരു നിമിഷം പോലും ജീവിക്കണ്ടച്ചാ. ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഇവളെ കാണുന്ന ഓരോ നിമിഷവും എനിക്ക് ഭയവാ. വേണമെങ്കിൽ ഇവളുടെ കുടുംബത്തിന്റെ നേട്ടത്തിന് വേണ്ടി എന്നെ കൊല്ലാനും മടിക്കില്ല ഇവള് എന്ന് ആനന്ദ് പറയാണ്. അത് കേൾക്കുന്ന ദേവി ആകെ തകർന്നു പോവാണ്. ഇതേസമയം ബാലൻ പറയും, ഇനി ഈ കാര്യത്തെപ്പറ്റി ആരും ഒരു ചർച്ച നടത്തണ്ട, എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പൊയ്ക്കോളൂ എന്ന് ബാലൻ പറയാണ്. ദേവിയും അവിടെ ആകെ തനിച്ചായതുപോലെ നിൽക്കുക. ദേവി ഒരു മൂലയിൽ പോയി പൊട്ടിക്കരയാണ് കേട്ടോ. ദേവി എന്നൊരാളുണ്ടെന്ന് പോലും ആരും പരിഗണിക്കുന്നില്ല. ഇതേസമയം മീനും മിത്രയിരുന്ന് സംസാരിക്കുക. ഹോ, ദേവിയെടുത്ത് ഇത്രയധികം കള്ളിയായിരുന്നോ? ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞാണല്ലോ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് പറയാം. അപ്പം മീന് പറയും, ഏടത്തി ആദ്യം വന്നപ്പം നമുക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നില്ലേ, പിന്നെ പതിയെ പതിയല്ലേ നമ്മൾക്കിടയിലേക്ക് നമ്മളിൽ ഒരാളായി മാറി ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുക. ഓവറായിട്ടുള്ള സ്നേഹപ്രകടനവും എന്തൊക്കെയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പ്രത്യേകം എന്തൊക്കെ പെരുമാറ്റമായിരുന്നു ഏടത്തി കാഴ്ച വെച്ചിരുന്നത് എന്ന് ചോദിക്കുക. ഇത്രയും കള്ളത്തരങ്ങൾ മനസ്സിലുണ്ടായിട്ടാണോ ഏടത്തിയുടെ അമ്മ അന്ന് ആഭരണങ്ങളില്ലെന്നും പറഞ്ഞ് നമ്മളെ എത്രമാത്രം അപമാനിച്ചത്? എന്തൊക്കെയാ പറഞ്ഞത്? അപ്പം മീനു പറയും, അവരുടെ സ്വഭാവം വെച്ചിട്ട് ഏടത്ത് ദേഹത്തണിഞ്ഞിരുന്ന സ്വർണ്ണം ഒന്നും ഒരിക്കലും സ്വർണ്ണമാകാൻ വഴിയില്ല. അല്ല, അവർക്ക് അത്രയും കാശില്ലാത്തവരാണെന്നല്ലേ ആനന്ദേട്ടൻ പറഞ്ഞത്? എല്ലാം റോൾഡ് ഗോൾഡ് ആകാനാ ചാൻസ് ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന മിത്രയും അതിനെ അനുകൂലിക്കുകയാണ്. എങ്കിലും ഇത്രയേറെ കള്ളത്തരങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഏടത്ത് നമ്മുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നിന്നത് എന്ന് പറയാം. അപ്പം മീന് പറയും, എന്തായാലും ഏടത്തി പാവമാ, പക്ഷേ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് ജീവിച്ചാവും ഇങ്ങനെയായി പോയത്. ഇവിടെ വന്ന് നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെ കൂടിയപ്പം ഏടത്തിക്ക് മാറ്റം ഉണ്ടായതാകും. പക്ഷേ ഇപ്പോഴേടത്തിയോട് ഇത്രയും നമ്മൾ അവഗണിക്കുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം മിത്ര പറയും, അത് ഞാനും ചിന്തിച്ച കാര്യമോ മീനു ചേച്ചി, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പച്ചി മംഗളും നല്ല ദേഷ്യത്തിലാ. ആനന്ദേട്ടൻ തന്നെ പറഞ്ഞില്ലേ, ഇനി ഏടത്തിയുടെ കൂടെ ഒരു ജീവിതം ആനന്ദേട്ടന് സാധിക്കില്ലെന്ന്. എനിക്ക് തോന്നുന്നേ മിക്കവാറും ഏടത്തിയുടെ അച്ഛനെയും അമ്മയും അച്ഛൻ വിളിച്ചിട്ടുണ്ടെന്ന എന്ന് പറയാൻ കേട്ടോ. അത് ശരി വെക്കും പോലെ മീനും തലയാട്ടാണ്.
അങ്ങനെ നമ്മുടെ ഉദയഭാനുവിനെ ബാലൻ വിളിച്ചു വരുത്തുക. ഉദയഭാനു മാത്രമല്ല ശ്രീകല കൂടി വരുന്നുണ്ട്. അപ്പം ബാലൻ എന്താണ് ഇത്ര അത്യാവശ്യം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും അറിയാതെയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്താ ബാല, എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? എന്തോ അത്യാവശ്യ കാര്യമുണ്ട്, അല്ലെങ്കിൽ ബാലൻ എന്നെ വിളിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഞാൻ സിംഗപ്പൂർക്ക് ഫ്ലൈറ്റ് കയറാനായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ബാലനൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് നേരെ ശ്രീകലയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയാം. അപ്പം ഉദയഭാനുവിൻ്റെ തള്ളൽ കേൾക്കുന്ന എല്ലാവരും പുച്ഛത്തോടു കൂടി നിൽക്കുക. ബാലൻ ചോദിക്കും, നിങ്ങൾ സിംഗപ്പൂർ കണ്ടിട്ടുണ്ടോ? അത് പോട്ടെ, എയർപോർട്ടെങ്കിലും നേരെ ചുവ കണ്ടിട്ടുണ്ടോടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ഉദയഭാനുവിന് എന്തോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. ദേവിയുടെ മുഖത്തേക്ക് നോക്കുമ്പം കരഞ്ഞു വീങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ദേവി ഏകദേശം ഉദയഭാനുവിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ്. ഒട്ടും ബഹുമാനമില്ലാതെ ഉദയഭാനു സാറെന്ന് മാത്രം വിളിച്ചിരുന്ന ബാലൻ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നു. എന്താ ബാല, എന്താ കാര്യം? ബാലൻ്റെ ടോണൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുക. തന്നെയൊക്കെ പിന്നെ എങ്ങനാടോ വിളിക്കേണ്ടത്? ഫ്രോഡ് ഉദയഭാനു എന്ന് പറയാം. പെട്ടെന്ന് സ്ത്രീകളെയും ഭയപ്പോടുകൂടി ഉദയഭാനുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ബാലന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ എന്ന് ഉദയഭാനു അപ്പം ചോദിക്കുക. അപ്പം ആനന്ദ് പറയും, ഒരു തെറ്റിദ്ധാരണയില്ല, ഇപ്പോഴാ ഈ വീട്ടിലുള്ളവർക്കൊക്കെ ശരിയായ ധാരണ ഉണ്ടായത്. തന്നെയും തൻ്റെ മകളെ പറ്റിയുള്ള സകല കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിടോ. ഇനി താൻ അഭിനയിച്ച് തകർക്കണ്ട. തൻ്റെ ഈ നാടക ഡയലോഗും നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്ന പോലുള്ള ഈ കോലും ഒന്നും ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് ആനന്ദ് തീർത്ത് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ബാലൻ ആകെ സങ്കടത്തോടു കൂടിയ ആനന്ദിനെ നോക്കുന്നത്. എന്തുമാത്രം എൻ്റെ മകൻ വേദനപ്പെട്ടു എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഉദയഭാനു ബാലൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറയാം, അത് പിന്നെ ബാലൻ അറിയാലോ, നിവൃത്തികേട് കൊണ്ടാ. എന്ത് നിവൃത്തികേട്? ഒരു കുടുംബത്തെ മുഴുവനും ചതിച്ച് നിങ്ങളുടെ മകളെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചതാണോടോ തൻ്റെ നിവൃത്തികേട് എന്ന് ചോദിക്കുക. എന്നിട്ട് ദേവിയുടെ മുന്നിലേക്ക് ബാലൻ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി പ്രതീക്ഷയോട് കൂടി ബാലനെ നോക്കുക. ഉദയഭാനുവിൻ്റെ മകൾ ശ്രീദേവിക്ക് ഇനി ദേവമംഗലത്ത് ഒരു സ്ഥാനവും ഇല്ല. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി നിന്നെ വേണ്ടത് അവനെടുത്ത തീരുമാനമാണ്. ഈ കുടുംബത്തിൽ നീ ഇനി വേണ്ട എന്ന് ഞാനും എടുത്ത തീരുമാനം. ഈ നിമിഷം നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങിപ്പോകാം എന്ന് തീർത്ത് പറയാണ്. ബാലച്ച എന്ന് പറഞ്ഞ് ദേവി ബാലൻ്റെ കാലിലേക്ക് വീഴാം. എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കല്ലേ. ഈ കുടുംബവും ഇവിടെ ഉള്ളവരുമാ എൻ്റെ ജീവിതം. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവി കരയാ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന സ്ത്രീകളെ പറയും, ദേ അങ്ങനെ വെറുതെ ഒന്നും ഇവളെ ഇറക്കി വിടാൻ പറ്റില്ല. ഇവളെ നിയമപരമായി ആനന്ദിൻ്റെ ഭാര്യ. ഈ കുടുംബത്തിന്റെ മരുമകളായി നിങ്ങൾ തന്നെ നിലവിളക്ക് കൊടുത്ത് ഇവളെ ആനയിച്ച് അകത്ത് കയറ്റിയത്. എന്നിട്ടിപ്പം ഇവളെ പറഞ്ഞു വിടാനോ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ആ വഴിക്ക് നോക്കിക്കോളാം എന്ന് പറയാം. ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണ സമയത്ത് അതിനെപ്പറ്റി അന്വേഷിക്കണമായിരുന്നു. എന്നിട്ട് ഇതിപ്പം ഒന്നും അന്വേഷിക്കാതെ എൻ്റെ മോളെ നിങ്ങൾ സ്നേഹത്തോടെ ഇങ്ങോട്ട് ആനയിച്ചിട്ട് ഇപ്പം ഞങ്ങൾ മാത്രം കുറ്റക്കാരായോ എന്ന് സ്ത്രീകൾ ചോദിക്കുക. അത് കേൾക്കുന്ന ബാലൻ പറയും, തെറ്റെൻ്റെ ഭാഗത്താ. ഞാൻ മനുഷ്യരെ അളക്കുന്നത് പണം കണ്ടിട്ടോ പ്രശസ്തി കണ്ടിട്ടോ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, വിശ്വാസം കൊണ്ടാ. ബാലൻ ഒരാളെ വിശ്വസിച്ചാൽ അയാളെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കും. അതുകൊണ്ടാടോ തനിക്കും തൻ്റെ കുടുംബത്തിനും എൻ്റെ മുന്നിൽ ഇത്രയും നാളും നാടകം കളിച്ച് അഭിനയിച്ച് നിൽക്കാൻ സാധിച്ചത്. ഞാൻ സ്നേഹിച്ചതേ മനസ്സ് തുറന്ന തൻ്റെ മകളെ ഞാനൊരു മരുമകളായിട്ടല്ല, എൻ്റെ അനുവിനേക്കാളും മുകളിലാണ് സ്നേഹിച്ചത്. അതിനുള്ളത് അവൾ എനിക്ക് തിരിച്ചു തന്നു എന്ന് പറയാം. അപ്പം ബാലൻ്റെ ആ വാക്കുകൾ ദേവിയെ തകർത്ത് കളയാണ് കേട്ടോ. കാരണം അത്രയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ദേവി ബാലനെ. അപ്പം ഗോമതിയും പറയാം, ബാലേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, ഈ നിമിഷം തന്നെ ഇവളെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം ദേവമംഗലത്ത് നിങ്ങൾ നിൽക്കരുത് എന്ന് പറയാം. പെട്ടെന്ന് ഉദയഭാനു പ്ലേറ്റ് മാറ്റണം കേട്ടോ. അങ്ങനെ വെറും കൈയോടെ ഒന്നും ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. 100-150 പവൻ സ്വർണം കൊടുത്താൽ ഇവളെ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ആ സ്വർണം ഞങ്ങൾക്ക് തിരികെ കിട്ടണം എന്ന് പറയാം. പെട്ടെന്ന് ആനന്ദ് പറയും, സ്വർണമെന്ന് പറയരുത്, മുക്കുപണ്ടം എന്ന് പറയണം. 1 ഗ്രാം സ്വർണം മേടിക്കാനുള്ള കാശ് തൻ്റെ കയ്യിലുണ്ടോടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ശ്രീകലയും പറയും, ഉദയേട്ടൻ പറഞ്ഞത് സത്യമാണ്, ആ സ്വർണം മുഴുവനും സ്വർണം തന്നെയാണ്, ഞങ്ങൾക്ക് തിരികെ കിട്ടിയേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ദേവിയാണെങ്കിൽ ഞെട്ടി നിൽക്കുക. വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് തൻ്റെ അച്ഛനും അമ്മയും. ഉദയഭാനു ശ്രീകലയും കരുതുന്നേ ദേവമംഗലത്തുള്ളവർ 100-150 പവൻ്റെ സ്വർണ്ണമായിട്ട് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ അത് തങ്ങൾക്ക്
നേട്ടമാണല്ലോ, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാം എന്ന് കരുതിയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ബാലൻ ദേവിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. നീ ഞങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ നീ എന്നെ അച്ഛ എന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ബാലച്ച എന്നുള്ള നിന്റെ വിളിയിൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം നീ പറയണം. ഇപ്പം നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ നിനക്ക് 150 പവൻ സ്വർണം തന്നിട്ടുണ്ടെന്ന്, അതിൽ ഒരു തരിയെങ്കിലും യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് ചോദിക്കുക. അപ്പൊ ബാലന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ദേവി തന്നെ പറയും, ഇല്ല, ഞാൻ ദേഹത്തണിഞ്ഞിരുന്ന മുഴുവനും സ്വർണ്ണമായിരുന്നില്ല, അത് മുഴുവനും മുക്കുബണ്ടമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഉദയഭാനുവിന്റെയും ശ്രീകലയുടെയും പത്തി താഴെയാണ്. അവർ തല താഴ്ത്തി നിൽക്കുക. എന്താ ഉദയഭാനുവിനെ ഇനിയെങ്കിലും മകളെ വിളിച്ചുകൊണ്ട് പോകാലോ അല്ലേ എന്ന് ഗോമതി അപ്പൊ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷെ ശ്രീകല അവിടെ കിടന്ന് ബഹളം വെക്കുക. പെട്ടെന്ന് ദേവിയെ കയ്യിൽ കയറി ഗോമതി പിടിക്കുക. എന്നിട്ട് പിടിച്ചു വലിച്ച് അവളെ പുറത്തേക്ക് ഇടുകയാണ്. അമ്മേ, എന്നെ ഉപേക്ഷിക്കല്ലേ അമ്മേ എന്നും പറഞ്ഞ് കരയാണ് കേട്ടോ. പക്ഷെ ആരും ദേവിയോട് ഒരു കരുണയും കാണിക്കുന്നില്ല. എന്നിട്ട് അവക്ക് നേരെ വാതിൽ കൊട്ടി അടയ്ക്കുകയാണേ. ഇതേ സമയം ദേവമംഗലത്ത് നിന്നുള്ള ഈ ബഹളമൊക്കെ കൃഷ്ണമംഗലത്തുള്ളവരും കേൾക്കുന്നുണ്ട്. അപ്പൊ ദേവിയായിട്ട് ഉദയഭാനുവും ശ്രീകലയും മുറ്റത്ത് നിൽക്കുമ്പോഴാണ് കൃഷ്ണമംഗലത്ത് മുറ്റത്തും അനന്തനും അച്യുതനും ഒക്കെ നിൽക്കുന്നത്. എന്താ അവിടെ ഒരു ബഹളം എന്ന് ഇന്ദ്രാമി അപ്പ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പം ശ്രീകല പറയും, കണ്ടോ എൻ്റെ പൊന്നുമോള്, ദേവമംഗലത്തുള്ളവരെ അവൾക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു, ഇപ്പോൾ ഒരു കറിവേപ്പില പോലെയാ എൻ്റെ മോളെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ആനന്ദില്ലേ, അവൻ എൻ്റെ മോളെ വേണ്ടത്ര എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വേറെ നിവൃത്തിയില്ലാതെ ദേവിയെ വിളിച്ചുകൊണ്ട് അവർ പോവുകയാണ്. അപ്പം അച്യുതന് ഒരുപാട് സന്തോഷമാവുക. എന്തായിരുന്നു വലിയ പണക്കാരനെ കൊണ്ട് മകളെ കൊണ്ടാ ആനന്ദിനെ കല്യാണം കഴിപ്പിച്ചതെന്നും പറഞ്ഞ് അയാൾ നിലത്തെങ്ങും ആയിരുന്നില്ലല്ലോ ആ ഗോമതി സ്റ്റോർ ബാലൻ. അയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ആഡംബരപൂർവ്വം ഗോമതി സ്റ്റോർ ബാലൻ നടത്തിയ കല്യാണം ഒരു ഫ്ലോപ്പായി മാറിയിരിക്കുന്നു എന്നും പറഞ്ഞ് അച്യുതനും രാജശ്രീയും ഒക്കെ അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ ധർമ്മന് ഒരുപാട് സങ്കടം വരിക. ധർമ്മനും എത്ര സ്നേഹത്തോടു കൂടിയാണ് ദേവിയെ കണ്ടിരുന്നത്, ഇത്രയും ചതികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത കടന്നു വരികയാണ്. അത് മാത്രമല്ല ഉദയഭാനുവാണ് പണം മോഷ്ടിച്ചതെന്ന് കൃഷ്ണമംഗലത്തുള്ളവർക്കും ബോധ്യപ്പെടുകയാണ്. ബാലൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചില്ലേടാ, നിനക്കിപ്പോൾ സമാധാനമായില്ലേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ എല്ലാവർക്കും, നിന്നെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ കാലം തന്നെ കൊടുത്തടാ എന്ന് പറഞ്ഞ് അച്യുതനാണെങ്കിൽ സന്തോഷത്തോടു കൂടി ധർമ്മന്റെ തോളി തട്ടാണ്. ഇതേസമയം ധർമ്മന്റെ കടയുടെ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഗോമതി സ്റ്റോറിന്റെ മുന്നിലായിട്ട് ധർമ്മന്റെ ഒരു സൂപ്പർ മാർക്കറ്റും ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അലോക് ആണെങ്കിൽ ആകെ കിളി പാറി നടക്കുകയാണ്. അനുശ്രീയോടൊത്തൊരു ജീവിതം അലോക് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അലോകിൻ്റെ ആ ഒരു ആഗ്രഹം ഇന്ദ്രമ്മയോട് പറയുകയും എന്ത് വില കൊടുത്തും അനുവിൻ്റെയും അലോകിൻ്റെയും കല്യാണം നടത്താൻ താൻ ഏതറ്റം വരെ പോകുമെന്നും ഇന്ദ്രാമയാണെങ്കിൽ അലോകിന് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ.